അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹല്ലിയിൽ ഇന്ന് നമുക്ക് ഓതാനുള്ള ഫസ്ലിൽ നമുക്ക് പഠിക്കുവാനുള്ളത് മർഹൂനായിട്ടുള്ള പണയം വെക്കപ്പെട്ടിട്ടുള്ള ഒരു അടിമ മറ്റൊരാളെ ജിനായത്ത് ചെയ്താൽ, കൊലപാതകം നടത്തിയാൽ എന്താണ് അവിടുത്തെ ഹുക്കുമ് എന്നുള്ളതാണ്. ഓക്കെ, ഉദാഹരണത്തിന് സെയ്ദ് അംറിന് 1,00,000 രൂപ നൽകാനുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിന് പകരമായിട്ട് സെയ്ദ് തൻ്റെ അടിമയായിട്ടുള്ള ഖാസിമിനെ അംറിൻ്റെ കയ്യിൽ പണയമായിട്ട് നൽകിയെന്നും കരുതുക. ഈ ഖാസിമ് എന്നുള്ള അടിമ എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ കൊല ചെയ്യുന്നു. ഉദാഹരണത്തിന് ഖാലിദ് എന്നയാളെ കൊല ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് കൊലപാതകത്തെ 3 എണ്ണമാക്കി തരംതിരിക്കാറുണ്ട്. 1 അംദ്, 2 ഷിബ്ഹ് അംദ്, 3 ഖത്അ. ഇതിൻ്റെ എല്ലാം താരീഫുകളും നിങ്ങൾക്കറിയാമായിരിക്കും. ഏതായാലും ഷിബ്ഹ് അംദ് എന്നുള്ള നിലക്കോ ഖത്അ നിലക്കോ ആണ് ഖാസിമ് ഖാലിദിനെ വധിക്കുന്നത് എങ്കിൽ നമുക്കറിയാം ഒരു നിശ്ചിത തുക ഖാസിമ് ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടതാണ്. ഇനി അംദൻ നിലക്കാണ് കൊല നടത്തുന്നത് എങ്കിലോ ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് ഖാസിമിനെ തിരിച്ചു കൊല്ലാനുള്ള ഖിസാസ് എടുക്കാനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ ഖിസാസ് എടുക്കാതെ അവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാശ് ആവശ്യപ്പെടാവുന്നതുമാണ്. ഖിസാസിൽ നിന്നും അഫൂ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഏതായാലും ഇവിടെ ഖാസിമി എന്നുള്ള അടിമയെ സംബന്ധിച്ചിടത്തോളം 2 ഉത്തരവാദിത്തങ്ങൾ അവൻ്റെ റഖബത്തിലായിട്ടുണ്ട്. ഓക്കെ, ഒന്നാമതായിട്ട് അവൻ ജിനായത്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരാളെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനിവന് കഴിഞ്ഞില്ല എങ്കിൽ ഇവനെ തന്നെ വിറ്റുകൊണ്ട് എന്തു ചെയ്യണം? ആ നഷ്ടപരിഹാരം ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നുള്ളതുപോലെ അവൻ്റെ റഖബത്തിലുള്ള രണ്ടാമത്തെ ഒരു വിഷയമാണ് എന്ത്? സെയ്ദ് തനിക്കുള്ള ദൈനിന് പകരമായിട്ട് അംറിൻ്റെ കയ്യിൽ പണയം വെച്ച സ്വത്താണല്ലോ അവൻ. ഓക്കെ, അഥവാ സെയ്ദ് കാശ് അംറിന് തിരിച്ചു നൽകിയില്ല എങ്കിൽ അതിൻ്റെ വിഷയത്തിൽ ഈ ഖാസിമിനെ വിറ്റുകൊണ്ട് അതിൻ്റെ കാശെടുക്കാനുള്ള അവകാശം അംറിനുണ്ടായിരിക്കുന്നതാണ്. ഏതായാലും ഈ 2 ബാധ്യതകളിൽ നിന്നും മുന്തിക്കപ്പെടുന്നത് മജ്നി അലൈഹി ആയിട്ടുള്ള, അതായത് ഖാലിദിൻ്റെ ഹക്കിനെയാണ് ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് ഈ ഖാസിമിൻ്റെ വകയിൽ കിട്ടാനുള്ള നഷ്ടപരിഹാരമാണ് അവനെ വിറ്റിട്ട് എടുക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ മജ്നി അലൈഹിക്ക്, അതായത് ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് അത് കിട്ടാനുള്ള ഒരു മാർഗം അത് ഇവനെ വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതായത് ഇവനെ വിറ്റിട്ട് കിട്ടുന്ന കാശിലാണ് അവരുടെ ഹക്ക് നിക്ഷിപ്തമായിട്ടുള്ളത്. പക്ഷേ അംറിന് കിട്ടാനുള്ള ഹക്ക് അങ്ങനെയല്ല. മറിച്ച് ഇവനെ വിറ്റിട്ടും അവന് കാശ് ലഭിക്കുന്നതാണ്. അല്ല എങ്കിൽ സെയ്ദിൻ്റെ ദിമ്മത്തിലായിട്ടുള്ള കാശായതുകൊണ്ട് തന്നെ സെയ്ദിൽ നിന്നും അംറിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മജ്നിയെ അലൈഹിയെ മുന്തിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, കിതാബിലേക്ക് നോക്കുക. ഫസ്ലുൻ ഇദാ ജനൽ മർഹൂനു അലാ അജ്നബിയിൻ. പണയം വെക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉദാഹരണത്തിലെ ഖാസിം എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ ആക്രമിക്കുന്നു. ബിൽ ഖത്ലി, കൊലപാതകം കൊണ്ട് ജനായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊന്നുവെന്നർത്ഥം. ഖാലിദിനെ കൊന്നാൽ ഖുദ്ദിമൽ മജ്നിയ അലൈഹി, അവിടെ മുന്തിക്കപ്പെടേണ്ടത് മജ്നിയ അലൈഹിയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബക്കാർക്കാണ് അതിൻ്റെ കാശ് നൽകപ്പെടേണ്ടത് എന്നർത്ഥം. ഓക്കെ, കാരണം എന്താ? ലി അന്ന ഹഖഹു മുതഅയ്യിനുൻ ഫി റഖബത്തി, കാരണം മജ്നിയ അലൈഹിയുടെ ഹഖ് ഈ അടിമയുടെ ഖാസിമിൻ്റെ റഖബത്തിൽ നിക്ഷിപ്തമാണ്. ബിഖിലാഫി ഹഖിൽ മുർത്തഹിനി, നമ്മുടെ ഉദാഹരണത്തിൽ പണയം സ്വീകരിച്ചവനായിട്ടുള്ള അംറിനെതിരായിട്ട്. കാരണം ലി തഅല്ലുഖിഹി ബി ദിമ്മത്തി വർ റഖബത്തി, കാരണം അവന് കിട്ടാനുള്ള ഹഖ് സെയ്ദിൻ്റെ ദിമ്മത്തിനോടും ബന്ധമുണ്ട്, ഖാസിമിൻ്റെ റഖബത്തിനോടും ബന്ധമുണ്ട്. അപ്പോൾ മുർത്തഹിനെ നമ്മൾ 2ാം ഗ്രേഡ് ആയിട്ടാണ് റഖബത്തിൻ്റെ വിഷയത്തിൽ കാണുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഖാസിമ് ഖാലിദിനെ കൊന്നു, അതിൽ നിന്നും മറ്റേ ഖാലിദിൻ്റെ കുടുംബക്കാർ ഖിസാസ് എടുത്തുവെന്നും കരുതുക. ഫൈൻ ഖതസ വാരിസുൽ മജ്നിയ അലൈഹി, ഖാലിദിൻ്റെ വാരിസീങ്ങൾ ഖാസിമിനെ ഖിസാസ് എടുക്കുകയാണെങ്കിൽ, വധിക്കുകയാണെങ്കിൽ, ഔ ബിഅൽ മർഹൂനു ലഹു ഐ ലി ഹഖ്ഖിഹി, അല്ലെങ്കിൽ ഖാലിദിൻ്റെ ഹഖിന് വേണ്ടിയിട്ട് ആ മർഹൂനായിട്ടുള്ള ഖാസിമ് വിൽക്കപ്പെടുകയാണ് എങ്കിൽ അത് ഏതെല്ലാം അവസരത്തിലാണ് ഉണ്ടാകുന്നത്? ബി അൻ ഔജബത്തിൽ ജിനായത്തു മാലൻ. ഓക്കെ, ഈ ഖാസിമ് ചെയ്തിട്ടുള്ള ജിനായത്ത് മാലിനെ നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ ഷിബ്ഹ് അംദോ ഖത്അ നിലക്കോ ആണ് അവൻ വധിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഔ അഫ അല മാലിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഒരു സമ്പത്തിൻ്റെ മേൽ മറ്റേ
ഇവരുടെ വാരിസീങ്ങളെ അഫ്വ് ചെയ്തു കൊടുത്തു. അതായത് ഖിസാസ് എടുക്കേണ്ടതായിരുന്നു, ഖാസിം അംദൻ നിലക്കായിരുന്നു വധിച്ചിരുന്നത്, പക്ഷേ നീ ഇത്ര കാശ് നൽകിയാൽ മതി എന്ന് ഖാലിദിൻ്റെ കുടുംബക്കാർ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഖാസിം വിൽക്കപ്പെടുകയാണെങ്കിൽ ബാത്തലർ റഹിനു, അവിടുത്തെ റഹിന് ബാത്തിലാകുന്നതാണ്. പിന്നീട് ഈ ഖാസിം മർഹൂനായിട്ട് ഗണിക്കപ്പെടുന്നതല്ല. ഓക്കെ, കാരണം അവൻ വിൽക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഫലോ ആദൽ മബിഉ ഇലാ മിൽക്കി റാഹിനി, ഇനി എങ്ങനെയെങ്കിലും ഈ റാഹിനായിട്ടുള്ള സെയ്ദിൻ്റെ മിൽക്കിലേക്ക് ഈ മബിആയിട്ടുള്ള ഈ ഖാസിം എത്തിപ്പെടുകയാണ് എങ്കിൽ, അതായത് ആ ഖാസിമിനെ മറ്റൊരാൾക്ക് വിറ്റു, പക്ഷേ അവരിൽ നിന്നും ആര് വാങ്ങി? സെയ്ദ് വാങ്ങിയാലും ലം യകുൻ റഹ്നൻ, അവൻ വീണ്ടും പണയമാവുകയില്ല, മറിച്ച് സെയ്ദിന് പൂർണ്ണ അവകാശമുള്ള അബ്ദായിട്ടായിരിക്കും ഖാസിം ഉണ്ടായിരിക്കുക എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വ ഇൻ ജനൽ മർഹൂനു അലാ സയ്യിദിഹി ബിൽ ഖത്ലി, ഇനി ഇവിടുത്തെ ഖാസിം കൊല്ലുന്നത് ആരെയാണ്? തൻ്റെ യജമാനനായിട്ടുള്ള സെയ്ദിനെ തന്നെയാണ് എങ്കിൽ ഫഖ്തുസ്സ ബി ളമ്മി താഇ മിൻഹു. ഓക്കെ, അങ്ങനെ അവനിൽ നിന്നും ഖിസാസ് എടുക്കപ്പെടുകയും ചെയ്തു. ഖുതുസ്സ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ആര്? ഈ സെയ്ദിൻ്റെ കുടുംബക്കാർ ആരെ വധിച്ചു? ഖിസാസ് എന്നുള്ള രീതിയിൽ ആ ഖാസിമിനെ വധിച്ചാൽ ബത്തല റഹിനു, അവിടെയും ആ റഹിന് പണയം എന്നുള്ളത് ബാത്തിലാകുന്നതാണ്. ഇനി വ ഇൻ ഉഫിയ അലാ മാലിൻ. ഓക്കെ, ഇനി ആര് വധിക്കപ്പെട്ടു? സെയ്ദ് വധിക്കപ്പെട്ടു. അങ്ങനെ ഖിസാസ് വേണ്ട, മറിച്ച് നീ കാശ് തന്നാൽ മതി എന്ന് സെയ്ദിൻ്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ, അതായത് ഖിസാസിൽ നിന്നും അഫ്വ നൽകുകയാണ് എങ്കിൽ, ഔ കാനത്തിൽ ജിനായത്ത് ഖതഅൻ, അല്ലെങ്കിൽ ജിനായത്ത് ഖതഅൻ നിലക്കായിട്ടാണ് മാറിയത്, അപ്പോൾ ആര്? ഖാത്തിൽ മഖ്തൂലിൻ്റെ കുടുംബക്കാർക്ക് കാശ് നൽകേണ്ട അവസ്ഥയാണ് എങ്കിലും ലം യസ്ബുത്ത് അല സ്വഹീഹി, സ്വഹീഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ആ മാല് അവിടെ സ്ഥിരപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ ഖാസിം ഇവൻ്റെ കുടുംബക്കാർക്ക് കാശ് നൽകേണ്ടതില്ല. കാരണം എന്താ? ലി അന്ന സയ്യിദ ലാ യസ്ബുതു ലഹു അല അബ്ദിഹി മാലുൻ, കാരണം ഒരു യജമാനൻ എന്നുള്ളത് അവനിക്ക് അബ്ദിൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ടതായിട്ട് ഒരു മാലും സ്ഥിരപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ അബ്ദിൻ്റെ സ്വത്തും അവൻ ഉണ്ടാക്കുന്ന ഏതൊരു സ്വത്താണെങ്കിലും അത് സയ്യിദിന് അവകാശപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അബ്ദ് കാശുണ്ടാക്കിയിട്ട് അത് സയ്യിദിന് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അഥവാ ഇനി അബ്ദ് സയ്യിദിനെ വധിക്കുകയാണെങ്കിൽ വരെ ആ സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞാൽ അത് സ്ഥിരപ്പെടുകയില്ല എന്നർത്ഥം. ഓക്കെ, എന്നാൽ മുക്കാത്തബായിട്ടുള്ള അടിമയ്ക്ക് വേറൊരു നിയമമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. ഫയബ്ഖാ റഹിനൻ, അതുകൊണ്ട് തന്നെ കമാകാന ഉണ്ടായിരുന്നത് പോലെ ഈ ഖാസിം റഹിനായിട്ട് തന്നെ പണയ സ്വത്തായിട്ട് തന്നെ ശേഷിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഇവിടെ സ്വഹീഹായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്, സയ്യിദിന് അവൻ കാശ് നൽകേണ്ടതില്ല എന്ന്. എന്നാൽ വസാനിക്കാർ പറയുന്നത് യസ്ബുത്തുൽ മാലു, അവിടെ സമ്പത്ത് സ്ഥിരപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ ഖാസിം അവൻ കൊന്നിട്ടുള്ള തൻ്റെ യജമാനനായിട്ടുള്ള സെയ്ദിൻ്റെ കുടുംബക്കാർക്ക് കാശ് നൽകേണ്ടതാണ്. വയതവസ്സലു ബിഹി ഇലാ ഫക്കിർ റഹിനി, ആ ഒരു കാശ് കൊണ്ട് ആ പണയം വീണ്ടെടുക്കുക എന്നുള്ളതിലേക്ക് എത്തപ്പെടും. എന്ന് പറഞ്ഞാൽ ആ ഖാസിം നൽകുന്ന കാശ് സെയ്ദിൻ്റെ കുടുംബക്കാർ അംറിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ദൈന് വീട്ടണം, എന്നിട്ട് ഈ അടിമയെ ഫക്ക് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ഇനി വഫിർ റൗലത്തി കാസിലിഹ, റൗലയിലും ഷറഹുൽ കബീറിലുമുള്ളത് ഹൈക്കായത്തുൽ ഖിലാഫി ഖൗലൈനി, ഇവിടെ സ്വഹീഹ് സാനി എന്നാണ്, അതായത് വജിഹായിട്ടാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റേ രണ്ട് കിതാബിലും ഖൗലുകളായിട്ടാണ് ഈ ഖിലാഫിനെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഓക്കെ, വ അബ്ബറ ഫിൽ മുഹറർ ബിൽ അസഹി, മുഹററിൽ റാഫിഉ ഇമാം അസഹി സാനി എന്നുള്ള രീതിയിലാണ് ഈ അഭിപ്രായത്തെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്വഹീഹ് സാനി എന്നുള്ള രീതിയിലാണ് കാണാൻ കഴിയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി വ മഅലൂമുൻ, അറിയപ്പെട്ടതാണല്ലോ, അന്നൽ ജിനായത്തെ അല സയ്യിദി അവിൽ അജ്നബി ബി ഗൈരിൽ ഖത്ലി, ഖത്ല് അല്ലാത്ത മറ്റുള്ള രീതിയിലുള്ള അതിക്രമങ്ങൾ, അത് സയ്യിദിൻ്റെ മേലാവട്ടെ അജ്നബീൻ്റെ മേലാവട്ടെ, അതായത് ഖാസിം ഖാലിദിൻ്റെ കൈ മുറിച്ചിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ സെയ്ദിൻ്റെ കാല് മുറിച്ചിട്ടേ ഉള്ളൂ, കൊല നടത്തിയിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ജിനായത്തുകൾ ലാ തുബ്തിലു റഹിന, അതൊരിക്കലും പണയത്തെ ബാത്തിലാക്കുകയില്ല, മറിച്ച് അതിൻ്റെ ശിക്ഷ എന്നുള്ള രീതിയിൽ ഖാസിമിൻ്റെ കൈ മുറിക്കും അല്ലെങ്കിൽ കാൽ മുറിക്കുമെന്നല്ലാതെ അവൻ പണയസ്വത്തിൽ നിന്നും മുക്തമാകുന്ന ഒരവസ്ഥ അതിലൂടെ ഉണ്ടായിത്തീരുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വ ഇൻ ഖതറൽ മർഹൂനു മർഹൂനൻ ലി സയ്യിദിഹി ഇൻദ ആഖറ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. സെയ്ദ് അംറിൻ്റെ കയ്യിൽ നിന്നും 1,00,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ റഹിനായിട്ട് തൻ്റെ അടിമയായിട്ടുള്ള
ഖാസിമിനെ അംറിൻ്റെ കയ്യിൽ നൽകിയിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ സെയ്ദ് എന്ത് ചെയ്തു? അസ്ലമിൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു 1,00,000 രൂപ കടം വാങ്ങി. എന്നിട്ട് അതിൻ്റെ പകരം എന്നുള്ള രീതിയിൽ തൻ്റെ മറ്റൊരടിമയായിട്ടുള്ള ഖാലിദിനെ അസ്ലമിൻ്റെ കയ്യിൽ പണയം വെക്കുകയും ചെയ്തു. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അംറിൻ്റെ കയ്യിൽ പണയം വെച്ചിരുന്ന ഖാസിം എന്ത് ചെയ്യുകയാണ്? അസ്ലമിൻ്റെ കയ്യിൽ പണയം വെച്ചിരുന്ന ഖാലിദിനെ വധിക്കുകയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വഇൻ ഖതലൽ മർഹൂനു, പണയം വെക്കപ്പെട്ടിട്ടുള്ള ഖാസിം വധിക്കുകയാണെങ്കിൽ, മർഹൂനല്ലി സയ്യിദിഹി ഇൻദ ആഖറ, തൻ്റെ സയ്യിദ് മറ്റൊരാളുടെ കയ്യിൽ പണയം വെച്ചിട്ടുള്ള ഖാലിദിനെ എന്നർത്ഥം. ഓക്കെ, ഫഖതസ സയ്യിദു, അങ്ങനെ സയ്യിദ് എന്ത് ചെയ്യുകയും ചെയ്തു? ആ കൊലപാതകത്തിന് പകരമായിട്ട് ഖാസിമിൽ നിന്നും ഖിസാസ് എടുക്കുകയും ചെയ്താൽ, ഖാസിമിനെ തിരിച്ചു കൊല്ലുകയും ചെയ്താൽ, ബത്തല റഹ്നാനി ജമീഅൻ, അതോടുകൂടെ 2 പണയങ്ങളും ബാത്തിലായി പോകുന്നതാണ്. കാരണം ഇവിടെ ഖാലിദ് എന്നുള്ള പണയവും ഖാസിമി എന്നുള്ള പണയവും ഇപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വഇൻ വജബ മാലുൻ. ഇനി അവിടെ സമ്പത്ത് നിർബന്ധമായി എന്ന് കരുതുക. അതായത് ഖാസിം ഖാലിദിനെ വധിച്ചിട്ടുള്ളത് ഷിബ്ഹാംദ് എന്നുള്ള രീതിയിലായിരുന്നു, അല്ലെങ്കിൽ ഖതഅൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഖാസിം ഖാലിദിൻ്റെ വകയിൽ എന്ത് നൽകേണ്ടി വരും? കാശ് നൽകേണ്ടി വരും. അപ്പോൾ ബി അൻ ഖതല ഖതഅൻ ഔ ഉഫിയ അലാ മാലിൻ, ഈ 2 രീതിയിലും മാല് നിർബന്ധമായാൽ, തഅല്ലഖ ബിഹി ഹഖ് മുർത്തഹിനിൽ ഖത്തീലി, ആ മാലുമായിട്ട് ബന്ധപ്പെടുന്നത് ഖത്തീലിൻ്റെ മുർത്തഹിനിൻ്റെ ഹക്കാണ് എന്നർത്ഥം. അതായത് ഇവിടെ ഖാലിദിനെ പണയമായിട്ട് സ്വീകരിച്ചിരുന്ന അസ്ലമിൻ്റെ ഹക്കിനോടാണ് ആ മാല് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് ഖാസിം നൽകുന്ന കാശ് പിന്നീട് അസ്ലമിൻ്റെ കയ്യിലാണ് പണയ സ്വത്തായിട്ട് സൂക്ഷിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, വൽ മാലി മുതഅല്ലിഖുൻ ബി റഖബത്തിൽ ഖാത്തിലി, ആ മാല് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് റഖബത്തുൽ ഖാത്തിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഖാസിമിനെ വിറ്റിട്ടാണെങ്കിലും ശരി ആ കാശ് ആര് നേടിയെടുക്കണം? ഈ ഖാലിദിൻ്റെ മുർത്തഹിന് പണയമായിട്ട് നേടിയെടുക്കണമെന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. ഫയുബാഉ വസമനുഹു റഹ്നുൻ, അപ്പോൾ ഖാസിം വിൽക്കപ്പെടുകയും അവൻ്റെ സമന് റഹിനായിട്ട് പരിഗണിക്കപ്പെടുകയും വേണം. ഓക്കെ, എന്നാൽ ഇവിടെ മറ്റൊരഭിപ്രായമുണ്ട്. വഖീല യസീറു നഫ്സുഹു റഹ്നൻ, എന്ത് ചെയ്യേണ്ടതില്ല? ഖാസിമിനെ വിറ്റുകൊണ്ട് അതിൻ്റെ സമനിനെ റഹിനാക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഖാസിമിനെ തന്നെ നമുക്ക് റഹിനായിട്ട് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഈ ഒരു അഭിപ്രായം തള്ളപ്പെട്ടു. അതായത് ഒന്ന് മനസ്സിലാക്കണം, പ്രബലാഭിപ്രായ പ്രകാരം ഖാസിമിനെ വിറ്റിട്ട് അതിൻ്റെ സമന് അസ്ലമിനെ റഹിനായിട്ട് ഏൽപ്പിക്കണമെന്നാണ്. എന്നാൽ സാനിക്കാർ പറയുന്നത് എന്താ? ആരെ വിൽക്കേണ്ടതില്ല? ഖാസിമിനെ വിൽക്കേണ്ടതില്ല. ഖാസിമിനെ പണയമായിട്ട് ആരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി? അസ്ലമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്നുള്ള അഭിപ്രായം മുദുഫിയ അത് തള്ളപ്പെട്ടു. എന്ത് കാരണത്താൽ? ബി അന്ന ഹഖൽ മുർത്തഹിനി ഫി മാലിയത്തിഹി, മുർത്തഹിനിൻ്റെ ഹക്ക് എന്നുള്ളത് ഫി മാലിയത്തിഹി, ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ഖാത്തിലിൻ്റെ മാലിയത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവനെത്ര ഖീമത്തുണ്ടാകും, അവനെത്ര മൂല്യമുണ്ടാകും, അവനെത്ര വില ലഭിക്കും എന്നുള്ള വിഷയത്തിലാണ് ഹഖുൽ മുർത്തഹിനുള്ളത്, അസ്ലമിൻ്റെ ഹക്കുള്ളത്. ലാ ഫി ഐനിഹി, അവൻ്റെ ഐനിലല്ല. അതുകൊണ്ട് തന്നെ ഖാസിമിൻ്റെ ഐനിനെ എന്ത് വെക്കാൻ പറ്റൂല? അസ്ലമിൻ്റെ കയ്യിൽ പണയം വെക്കാൻ പറ്റൂല, മറിച്ച് അവനെ വിറ്റിട്ട് കിട്ടുന്ന കാശേ വെക്കാൻ പാടുള്ളൂവെന്നർത്ഥം. എന്നാൽ വഅലസാനി, രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം, അതായത് ഖാസിമിൻ്റെ ഐനിനെ തന്നെ നമുക്ക് പണയമാക്കാവുന്നതാണ് എന്നുള്ള അഭിപ്രായ പ്രകാരം, യുൻഖലു ഇലാ യദിഹി, ഈ ഖാസിമി എന്നുള്ള ഖാത്തിൽ എന്ത് ചെയ്യപ്പെടണം? മറ്റവൻ്റെ മുർത്തഹിനുൽ ഖതീലിൻ്റെ കയ്യിലേക്ക്, അസ്ലമിൻ്റെ കയ്യിലേക്ക് നീക്കപ്പെടുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഹാദ, ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് പ്രബലാഭിപ്രായ പ്രകാരം ഖാസിമിനെ മുഴുവനായിട്ടും വിറ്റിട്ട് അവൻ്റെ കാശ് മുഴുവനായിട്ടും ആരുടെ കയ്യിൽ? അസ്ലമിൻ്റെ കയ്യിൽ പണയം വെക്കണം. ഇനി ഖീല പ്രകാരം അവനെ തന്നെ ആരുടെ കയ്യിൽ പണയം വെക്കണം? അസ്ലമിൻ്റെ കയ്യിൽ പണയം വെക്കണം എന്നുള്ള കാര്യം ഇൻകാനൽ വാജിബു, ഈ ഖാസിമ് നൽകേണ്ടതായ നിർബന്ധമായിട്ടുള്ള തുകയുണ്ടല്ലോ, അത് ആണെങ്കിലാണ് അക്സറ മിൻ ഖീമത്തിൽ ഖാത്തിലി, അത് ഖാത്തിലിൻ്റെ ഖീമത്തിനേക്കാൾ കൂടുതലാണെങ്കിലാണ്, ഔ മിസ്ലഹ, അല്ലെങ്കിൽ അതിനെ പോലോത്തത് ആണെങ്കിലാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ അവസരത്തിലാണ് ഈ 2 ഖൗലുകളും ഉള്ളത്.
ഫഇൻ കാന അഖല്ല മിൻഹ, ഇനി ഖാസിമ് നൽകേണ്ടുന്ന സമ്പത്ത് അവൻ്റെ ഖീമത്തിനേക്കാളും കുറവാണ് എങ്കിലോ അവനെ മുഴുവനായിട്ടും വിൽക്കേണ്ടതില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അവനെ മുഴുവനായിട്ടും അസ്ലമിൻ്റെ കയ്യിൽ പണയമായിട്ട് ഏൽപ്പിക്കേണ്ടതില്ല. മറിച്ച് ബിഅ മിനൽ ഖാതിലി ജുസ്ഉൻ ബിഖദ്രിൽ വാജിബി, അവന് എത്രയാണോ സമ്പത്ത് വാജിബായിട്ടുള്ളത് അതിന് അവൻ്റെ എത്ര ഭാഗം വിൽക്കണമോ ആ ഭാഗം മാത്രമേ വിൽക്കപ്പെടാവൂ. വയകൂന സമനഹു റഹിനൻ, അങ്ങനെ കിട്ടുന്ന സമന് റഹിനാവുകയും ചെയ്യും, അസ്ലമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഔ സോറൽ ജുസ്ഉ റഹിനൻ, അല്ലെങ്കിൽ ആ വാജിബിന് എത്രയാണോ അവന് വിൽക്കേണ്ടത് ആ ഭാഗം അസ്ലമിൻ്റെ കയ്യിൽ പണയമായിട്ട് മാറുന്നതാണ്. അലൽ ഖിലാഫി, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള രണ്ട് ഖിലാഫുകൾ അനുസരിച്ച്, രണ്ട് അഭിപ്രായങ്ങൾ അനുസരിച്ച്. വ മഹല്ലുഹു, ഇനി ഇക്കാര്യങ്ങളെല്ലാം വരുന്നത് എപ്പോഴാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇദാ ത്വലബ മുർത്തഹിനുൽ ഖതീലി അൽ ബൈഅ വ അബർ റാഹിനു. ഓക്കെ, ഖതീലിൻ്റെ മുർത്തഹിൻ, അതായത് അസ്ലം പറയാണ് എന്ത്, ഖാസിമിനെ വിറ്റിട്ട് എനിക്ക് കാശ് വേണം എന്ന് പറയാണ്. വ അബർ റാഹിനു, എന്നാൽ ഈ സെയ്ദ് അതിനെ നിരസിക്കുകയും ചെയ്താലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വഫിൽ അക്സ്, ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, അതായത് മുർത്തഹിനുൽ ഖതീലിന് അത് വിൽക്കണമെന്നൊന്നില്ല, പക്ഷേ റാഹിനിന് അത് വിൽക്കണം എന്നാണ് എങ്കിലോ യുബാഉ ജസ്മൻ, അത് എന്തായാലും വിൽക്കപ്പെടേണ്ടതാണ്. ഓക്കെ, ഇനി വലവിത്തഫഖ അലാ അദ്മിൽ ബൈഇ, ഇനി ഇവിടെയുള്ള റാഹിനും മുർത്തഹിനുൽ ഖതീലും, നമ്മുടെ ഉദാഹരണത്തിൽ അസ്ലമും സെയ്ദും അതിനെ വിൽക്കണ്ട, ഖാസിമിനെ വിൽക്കണ്ട എന്ന് യോജിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഖാലൽ ഇമാമുൽ ഹറമീനി തങ്ങൾ പറയുന്നത് ലൈസ ലി മുർത്തഹിനിൽ ഖാതിലി ത്വലബുൽ ബൈഇ. ഓക്കെ, ഖാസിമിൻ്റെ മുർത്തഹിനായിട്ടുള്ള, അതായത് അംറിന് ഒരിക്കലും ഖാസിമിനെ വിൽക്കണം എന്ന് പറയാനുള്ള അവകാശമില്ല. അതായത് ലി അന്നഹു ലാ ഫായിദത ലഹു ഫീ ദാലിക, അങ്ങനെ വിറ്റതുകൊണ്ട്, ഖാസിമിനെ വിറ്റതുകൊണ്ട് അംറിന് യാതൊരു തരത്തിലുള്ള ഉപകാരവുമില്ല എന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ തേട്ടം പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അവനെ വിൽക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സമന് ആരുടെ കയ്യിലാണ് പണയമായിട്ട് മാറുന്നത്? അസ്ലമിൻ്റെ കയ്യിലാണ്. അതായത് അംറിന് തൻ്റെ പണയ സ്വത്ത് നഷ്ടപ്പെടുന്നുവെന്നർത്ഥം. ഓക്കെ, എന്നാൽ അഷാറ റാഫിഅയ്യു, എന്നാൽ ഇതിനെക്കുറിച്ച് റാഫി ഇമാം സൂചിപ്പിക്കുന്നത് ഇലാ അന്നഹു ഖദ് യുഖാലു, വേണമെങ്കിൽ പറയപ്പെടാമല്ലോ ലഹു ദാലിക, അതായത് മുർത്തഹിനുൽ ഖാതിലിനും വേണമെങ്കിൽ ത്വലബുൽ ബൈഅ പറ്റുമെന്ന് പറയാമല്ലോ. അതിൻ്റെ കാരണം എന്താ? ലി തവഖുഇ റാഗിബിൻ ബിസിയാദത്തി, അത് ഇപ്പോൾ തന്നെ വിൽക്കുകയാണ് എങ്കിൽ അതിനെ കൂടുതൽ വിലക്ക് വാങ്ങുന്ന ആൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഖാസിമിനെ വിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആവശ്യക്കാരൻ വന്നിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ വില അതിനായിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്നും അവൻ്റെ വാജിബായിട്ടുള്ള സ്വത്ത് മാത്രം ആരെ ഏൽപ്പിക്കുക? അസ്ലമിനെ ഏൽപ്പിക്കുക, ബാക്കി തൻ്റെ കയ്യിൽ തന്നെ നിൽക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടെയാണ് അമ്രത് പറയുന്നത് എങ്കിൽ അങ്ങനെ ത്വലബുൽ ബൈഇന് അവന് സാധ്യമാണ് എന്നാണ് റാഫി ഇമാം പറയുന്നത്. എങ്കിലും വസക്കത അലൈഹി ഫിർ റൗളത്തി, റൗളയിൽ ഇതേ കാര്യത്തിൻ്റെ മേൽ ആര് മിണ്ടാതിരുന്നിട്ടുണ്ട്? നബവി ഇമാം മിണ്ടാതിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റാഫി ഇമാം ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ നബവി ഇമാം ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. فإن كان أي القاتل والمقتول مرهونين عند شخص بدين واحد. ഓക്കെ, ഇനി നമ്മുടെ ഉദാഹരണം ഒന്നുകൂടി മാറ്റിപ്പിടിക്കുക. സെയ്ദ് അംറിൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപയാണ് കടം വാങ്ങിയത്. ആ 2 ലക്ഷത്തിൻ്റെ ഒരു ഉറപ്പെന്നോണമാണ് തൻ്റെ അടിമകളായിട്ടുള്ള ഖാസിമിനെയും ഖാലിദിനെയും അവൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുള്ളത്. ഇനി അവിടെയാണ് ഖാസിമ് ഖാലിദിനെ വധിക്കുന്നത് എങ്കിൽ നഖസത്തിൽ വസീഖത്തു, അവിടെയുള്ള ആ ഉറപ്പ്, ആ വസീഖത്ത് അതോടുകൂടെ അവിടെ കുറഞ്ഞു പോയിരിക്കുന്നു. അതായത് ഖാസിമ് ഖാലിദിനെ വധിക്കുന്നതോടുകൂടി ഇനി മർഹൂന ായിട്ട് ബാക്കിയുള്ളത് ഖാസിമ് മാത്രമാണ്. വലാ ജാബിറ, അവിടെ ആ ചുരുങ്ങിപ്പോയ വസീഖത്തിനെ പരിഹരിക്കാനുള്ള ഒരു കാര്യവും ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഔബി ദൈനൈനി, അല്ലെങ്കിൽ 2 ദൈനിന് പകരമായിട്ടാണ് 2 അടിമകളെ പണയം വെച്ചിട്ടുള്ളത്, ഖാത്തിലിനെയും മഖ്തൂലിനെയും പണയം വെച്ചിട്ടുള്ളത്. അതായത് സെയ്ദ് അംറിൻ്റെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ ആദ്യം വാങ്ങി അതിന് ബദലായിട്ട് ഖാസിമിനെ പണയം വെച്ചു. പിന്നെ മറ്റൊരിക്കലാണ് 1 ലക്ഷം രൂപ മറ്റൊന്ന് വാങ്ങിയത്, അതിന് പകരമാണ് ഖാലിദിനെ പണയം വെച്ചത്. അങ്ങനെ ഖാസിം ആരെ കൊന്നു? ഖാലിദിനെ കൊന്നുവെന്ന് കരുതുക. വജബൽ മാലു മുതഅല്ലിഖൻ ബിറഖബത്തിൽ ഖാതിലി, അങ്ങനെയൊക്കെ കൊന്നതിന് ശേഷം ഈ ഖാതിൽ, അതായത് ഖാസിം ഇയാൾക്ക് നൽകേണ്ടതായിട്ട് കാശ് വന്നു എന്ന് പറഞ്ഞാൽ ഷിബ്ഹ് അംദൻ നിലക്കോ അല്ലെങ്കിൽ ഖത നിലക്കോ ആണ് ഖാസിം ഖാലിദിനെ വധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സയ്യിദ് എന്ത് ചെയ്തു? ഖിസാസ് വേണ്ട, അതിന് പകരം സമ്പത്ത് നൽകിയാൽ മതി എന്നൊക്കെ പറഞ്ഞുവെന്ന് കരുതുക.
വഫി നഖലിൽ വസീഖത്തി ബിഹി ഇലാ ദൈനിൽ ഖതീലി ഗറളുൻ ഐ ഫായിദത്തുൻ. ഇനി എന്തുമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, 2 പേരുടെ കയ്യിലാണ് പണയം വെച്ചത് എങ്കിൽ ഒരാളുടെ, അതായത് അസ്ലമും കൂടി ഉണ്ടായ നമ്മുടെ ഉദാഹരണത്തിൽ ഖാസിമിനെ വിറ്റുകൊണ്ട് എന്തു ചെയ്യണം, അസ്ലമിൻ്റെ കയ്യിൽ അവൻ്റെ സമനിനെ പണയമായിട്ട് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 കടത്തിൻ്റെയും മുർത്തഹിനാരു തന്നെയാണ്, അമ്രു തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഒരു കടത്തിൽ നിന്നും മറ്റൊരു കടത്തിലേക്ക് ഈ ഖാസിമിൻ്റെ റഖബത്തിൻ്റെ കാശ് അല്ലെങ്കിൽ ഖാസിമ് നൽകേണ്ടതായിട്ടുള്ള കാശ് നീക്കുകയാണ് എങ്കിൽ ഫായിദയുണ്ട് എങ്കിൽ, ഒന്ന് ശ്രദ്ധിക്കുക, വഫീ നഖലിൽ വസീഖത്തി ബിഹി ദൈനുൽ ഖാതിലിന് പകരമായിട്ടുള്ള വസീഖത്തിനെ, അതായത് ഖാസിമിനെ നീക്കുന്നതിൽ ഉണ്ട്, ഇലാ ദൈനിൽ ഖതീലി മറ്റേ കടത്തിലേക്ക്, ഖാലിദിനെ വെച്ചുകൊണ്ടുള്ള കടത്തിലേക്ക് നീക്കുന്നതിൽ ഗറളുൻ ഐ ഫായിദത്തുൻ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട് എങ്കിൽ നുഖിലത്ത് ആ വസീഖത്തിന് മറ്റേതിലേക്ക്, മറ്റേ കടത്തിലേക്ക് നീക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബി അൻ യുബാഅൽ ഖാതിലു വയുഖാമ സമനുഹു റഹ്നൻ മുഖാമൽ ഖതീലി, ഇവിടെ ഖാതിലായിട്ടുള്ള ഖാസിമിനെ വിറ്റിട്ട് അതിൻ്റെ സമന് മറ്റേ കടത്തിൻ്റെ റഹിനാണ് എന്നുള്ള രീതിയിൽ വെക്കപ്പെടാവുന്നതാണ്. അല്ല എങ്കിൽ ഔ യുഖാമു നഫ്സുഹു മുഖാമഹു റഹിനൻ അലൽ ഖിലാഫി സാബിഖി, നമ്മൾ നേരത്തെ പറഞ്ഞ ഖീല പ്രകാരം എന്തും ചെയ്യാവുന്നതാണ്, ഖാസിമിനെ വിറ്റിട്ട് അതിൻ്റെ കാശ് റഹിനാക്കേണ്ട, മറിച്ച് ഖാസിമിനെ തന്നെ മറ്റേ കടത്തിൻ്റെ പണയമായിട്ട് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ഫായിദയുണ്ടാകുന്ന അവസരത്തിലാണ്, ഫായിദയുണ്ടാകുന്ന രൂപങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി വരുന്നുണ്ട്. വ ഇല്ലം യകുൻ ഗറളുൻ ഫീ നഖലിൽ വസീഖത്തി, ഇനി അങ്ങനെ ആ വസീഖത്തിന് നീക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലെങ്കിലോ ലം തുൻഖൽ, അവിടെ നീക്കപ്പെടാൻ പാടില്ല. കാരണം മുർത്തഹിന്, 2ൻ്റെയും മുർത്തഹിന് ഒരേ ആളാണ്, നീക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഫായിദയൊന്നുമില്ല. ഇനി ഫഇൻ കാന അഹദുദ്ദൈനൈനി ഹാലൻ വൽ ആഖിറു മുഅജ്ജലൻ, ഇനി ഉപകാരമുണ്ടാകുന്ന, നഖൽ ചെയ്താൽ ഉപകാരമുണ്ടാകുന്ന ചില അവസ്ഥകളാണ് പറയുന്നത്. രണ്ടാലൊരു ദൈന് ഹാലാണ്, മറ്റേത് മുഅജ്ജലാണ്. ഓക്കെ, ഖാസിമിനെ കൊടുത്തുകൊണ്ടൊരു ദൈന് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഖാലിദിനെ വെച്ചുകൊണ്ടും ഒരു ദൈന് വാങ്ങിയിട്ടുണ്ട്. രണ്ടാലൊന്ന് ഹാലാണ്, മറ്റേത് മുഅജ്ജലാണ് എങ്കിൽ ലിൽ മുർത്തഹിനി തവസ്സുഖു ബിൽ ഖാതിലി ലിദൈനിൽ ഖതീലി, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഖാലിദിനെ വെച്ചുകൊണ്ടുള്ള ദൈനിനെ തവസ്സുഖായിട്ട് ഖാതിലിനെ ആവശ്യപ്പെടാൻ, അതായത് ഖാസിമിനെ മറ്റേ കടത്തിൻ്റെ റഹിനാക്കാൻ മുർത്തഹിനിനെ ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി ഫഇൻ കാന ഹുവൽ ഹാല, ഇനി ആ ദൈനുൽ ഖതീൽ ഹാലാണ് എങ്കിൽ, അതായത് ഖാലിദിനെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ദൈന് ഇപ്പോൾ തന്നെ തനിക്ക് ലഭിക്കാനുള്ളതാണ് എങ്കിൽ ഫൽ ഫായിദത്തു, അപ്പോൾ ഇങ്ങനെ നഖൽ ചെയ്തതുകൊണ്ടുള്ള ഫായിദ എന്താണ്, ഇസ്തിഫാഉഹു മിൻ സമനിൽ ഖാതിൽ ഫിൽ ഹാലി, ഇപ്പോൾ തന്നെ എന്തു ചെയ്യാവുന്നതാണ്, ഈ ഖാതിലിനെ വിറ്റുകൊണ്ട് ആ കാശ് എനിക്ക് നേടിയെടുക്കാമല്ലോ എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന മുർത്തഹിനിൻ്റെ ഫായിദ എന്നർത്ഥം. അവിൽ മുഅജ്ജല, ഇനി ദൈനുൽ ഖതീൽ മുഅജ്ജലാണ്, അതായത് ഖാസിമുമായിട്ട് വാങ്ങിയിട്ടുള്ള കാശാണ് ഹാലായിട്ടുള്ളത്, കൊല്ലപ്പെട്ട ഖാലിദിന് പകരമായിട്ട് വാങ്ങിയിട്ടുള്ള കാശ് മുഅജ്ജലാണ്, അതിന് 1 മാസം കഴിഞ്ഞിട്ട് കിട്ടണം എന്നുള്ള രൂപത്തിലാണ് എങ്കിൽ ഫഖദ് തവസ്സഖ, അങ്ങനെയാണെങ്കിലാണ് ഇവൻ നഖൽ ചെയ്യുന്നത് എന്ന് കരുതുക. അതായത് ഹാലായിട്ടുള്ള ഖാസിമിൻ്റെ കടത്തിൽ നിന്നും ഖാസിമിനെ എന്തിലേക്ക് മാറ്റി, അത് മുഅജ്ജലായിട്ടുള്ള ഈ കടത്തിലേക്ക് മാറ്റിയാൽ ഫഖദ് തവസ്സഖ, ഈ മുഅജ്ജലായിട്ടുള്ള കടത്തിനൊരു ഉറപ്പ് ലഭിച്ചു, അതിനൊരു വസീഖത്തുണ്ടായി. വയത്വാലബ ബിൽ ഹാലി, ഇപ്പോഴുള്ള കടം എന്ത് ചെയ്താൽ മതി, ആ അമ്ര സെയ്ദിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഹാൽ ഇപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്തു, എന്നാൽ ഇനി മുഅജ്ജലായിട്ടുള്ള കടത്തിനൊരു വസീഖത്ത് അവിടെ ഉണ്ടായിത്താനും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന ഫായിദ എന്നർത്ഥം. ഓക്കെ, ഇനി വഇനിത്തഫഖ ദൈനാനി ഫിൽ ഖദ്രി വൽ ഹുലൂലി അവി തഅജീലി, ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും എന്താണ്, 2 ദൈനും സെയിമാണ് എങ്കിൽ വഖീമത്തുൽ ഖതീലി അക്സറു മിൻ ഖീമത്തിൽ ഖാതിലി, ഇനി ഖതീലിൻ്റെ ഖീമത്ത് എന്താണ്, ഖാതിലിൻ്റെ ഖീമത്തിനേക്കാളും കൂടുതലുമാണ്. എന്ന് പറഞ്ഞാൽ ഖാലിദിനെ വിറ്റാൽ കിട്ടുന്നത് 2 ലക്ഷം രൂപയാണെന്ന് കരുതുക, എന്നാൽ ഖാസിമിനെ വിറ്റാൽ അതിൻ്റെ ഖീമത്തായിട്ട് ലഭിക്കുന്നത് 1.5 ലക്ഷം രൂപയാണ് എങ്കിൽ ഔ മുസാവിയത്തുല്ലഹ, അല്ലെങ്കിൽ 2ഉം സെയിമാണ് എങ്കിലോ ലം തുൻഖലിൽ വസീഖത്തു, അവിടെ ആ വസീഖത്ത് നീക്കപ്പെടാൻ പാടില്ല, കാരണം പ്രത്യേകിച്ച് ഫായിദയൊന്നും ഉണ്ടാകുന്നില്ല, ലിഅദ്മിൽ ഫായിദത്തി എന്നർത്ഥം. ഓക്കെ, ഇനി വഇൻ കാനത്ത് ഖീമത്തുൽ ഖാതിൽ അക്സറ, ഇനി ഖാസിമിൻ്റെ വിലയാണ് കൂടുതലാണ് എങ്കിലോ നുഖില മിൻഹു ഖദ്റു ഖീമത്തിൽ ഖതീലി, അങ്ങനെയെങ്കിൽ അവനിൽ നിന്നും എന്ത് ചെയ്യാവുന്നതാണ്, ഖതീലിൻ്റെ ഖീമത്തിനെ വേണമെങ്കിൽ മറ്റേ കടത്തിലേക്ക് റഹിനായിട്ട് വെക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഖാസിമിൻ്റെ ഖീമത്താണ് 2 ലക്ഷം, മറ്റവൻ്റെ ഖാലിദിൻ്റെ ഖീമത്ത് 1.5 ലക്ഷമേ ഉള്ളൂവെങ്കിൽ ആ ഖാസിമിൻ്റെ
3/4 ഭാഗം എന്താണെന്ന് വെക്കാവുന്നതാണ്, മറ്റേ കടത്തിൻ്റെ റഹിനാണ് എന്ന് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് തലഫുണ്ടാകുന്നത് മർഹൂനായിട്ടുള്ള ആൾ തന്നെ കൊല്ലുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി അടുത്തത് വലോ തെലിഫൽ മർഹൂനു ബി ആഫത്തിൻ സമാവിയത്തിൻ. ഓക്കെ, ആകാശപരമായിട്ടുള്ള ആകാശവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ആരുടെയും എന്തുകൂടാതെ തഅദിയത്ത് കൂടാതെ സ്വന്തമായിട്ടാണ് മർഹൂന് നശിക്കുന്നത് എങ്കിൽ, ഒരു മൃഗത്തെ എന്ത് വെച്ചതായിരുന്നു, പണയം വെച്ചതായിരുന്നു, മൃഗം ചത്തുപോയി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ബത്തലർ റഹിനു, ആ പണയ സ്വത്ത് അവിടെ ബാത്തിലായി പോകുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഒരാളൊരു പണയം വെച്ചു. ഇനി ആ പണയത്തിൽ നിന്നും എങ്ങനെയാണ് മുക്തമാകുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തത് പറയാനുള്ളത്. ഓക്കെ, ഓക്കെ, മുർത്തഹിൻ എന്ത് ചെയ്തു, ഈ പണയമിനി വേണ്ട, നീ എനിക്ക് കാശ് നൽകിയാൽ മതി എന്ന് പറയാണ്. അല്ലെങ്കിൽ റാഹിനോടൊപ്പം വേണം ഈ ഫസ്ഖ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായവുമുണ്ട്. അതാണ് ഔ മഅ റാഹിനി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവൻ ഫസ്ഖ് ചെയ്യുന്നതോടുകൂടെ ആ റഹിന് മുൻഫക്കായി പോകുന്നത്. വബിൽ ബറാഅത്തി മിനദ്ദൈനി, അല്ലെങ്കിൽ ആ ദൈനിൽ നിന്ന് മുക്തമാകുന്നതോടുകൂടെ, അതായത് സെയ്ദ് അംറിന് നൽകാനുള്ള കാശിൽ നിന്നും അവൻ മുക്തമായി. അത് ബി ഖലാഇൻ, ഒന്നെങ്കിൽ ഖലാ കൊണ്ടാകാം, അവൻ തന്നെ അത് വീട്ടിയിട്ടുണ്ട്. ഔ ഇബ്രാഇൻ, അല്ലെങ്കിൽ അംർ അത് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഔ ഹവാലത്തിൻ, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഇവൻ ഹവാല നടത്തിയിട്ടുണ്ട്. അതായത് സെയ്ദിന് മറ്റൊരാൾ കാശ് നൽകാനുണ്ടായിരുന്നു, അത് നേരെ അങ്ങോട്ടാക്കി മറിച്ചിട്ടുണ്ട്. ഔ ഗൈരിഹ, അല്ലെങ്കിൽ ഇതല്ലാതെ മറ്റെന്തെങ്കിലും രൂപത്തിൽ ബറാഅത്തു മിനദ്ദൈനി വന്നാലും ആ പണയ സ്വത്തിനെ തിരിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഫഇൻ ബഖിയ ഷൈഉൻ മിൻഹു, ആ ദൈനിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം ശേഷിച്ചാൽ, അതായത് 1,00,000 രൂപയായിരുന്നു നൽകാനുണ്ടായിരുന്നത്, അതിൽ എത്ര രൂപയും 90,000 രൂപയും നൽകിയിട്ടുണ്ട്, 10,000 രൂപ ഇനി ബാക്കിയുള്ളത് എങ്കിലും ലം യംഫക്ക ഷൈഉൻ മിനർ റഹിനി, അവിടെ റഹിനിൽ നിന്നും ഒരു ഷൈഉം മുൻഫക്കായി പോവുകയില്ല. അതായത് ആ പണയം വെച്ചിട്ടുള്ള സ്വത്ത് മുഴുവനായിട്ടും ഇപ്പോഴും വേണ്ടത് മർഹൂനായിട്ട് തന്നെയാണ്, അംറിൻ്റെ കയ്യിലാണ് എന്നർത്ഥം. ഓക്കെ, ഷൈഉൻ മിനർ റഹിനി എന്ന് പറഞ്ഞാൽ അയിൽ മർഹൂനി. ഓക്കെ, ലിഅന്നഹു വസീഖത്തുൻ ബിജമീഇ അജ്സാഇ ദൈനി, കാരണം ആ ഒരു മർഹൂന് എന്നുള്ളത് ദൈനിൻ്റെ എല്ലാ ജുസ്ഉമായിട്ടുമുള്ള ഒരു വസീഖത്താണ്. അപ്പോൾ എല്ലാ ജുസ്ഉം ഇവൻ വീട്ടിയെന്നതോടുകൂടെ 1,00,000 പൂർണ്ണമായിട്ടും വീട്ടിയാൽ മാത്രമേ ആ മർഹൂന് മുൻഫക്കായി വരികയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വലൗ റഹന നിസ്ഫ അബ്ദിൻ ബിദൈനിൻ വ നിസ്ഫഹു ബി ആഖറ. ഓക്കെ, 1,00,000 രൂപ വാങ്ങി അതിന് തൻ്റെ അടിമയുടെ പകുതി ഭാഗമാണ് സെയ്ദ് പണയം വെച്ചിട്ടുള്ളത്, മറ്റൊരു 1,00,000 രൂപ വാങ്ങി അതിന് മറ്റേ പകുതിയാണ് പണയം വെച്ചത് എങ്കിൽ ഫബരി അമിൻ അഹദിഹിമ, അങ്ങനെ ഒരു കടത്തിൽ നിന്നും അവൻ മുക്തമായാൽ ഇൻഫക ഖിസ്തുഹു, ആ മർഹൂനിൻ്റെ അതേ ഖിസ്തും മുൻഫക്കായി പോകുന്നതാണ്. അതായത് 1,00,000 രൂപ ഇവൻ വീട്ടിയാൽ ആ അടിമയുടെ പകുതി ഭാഗം ഇനി മർഹൂൻ അല്ലാതായി മാറുന്നതാണ്. അതിനുള്ള കാരണം എന്താ, ലി തഅദ്ദുദിൽ അഖദി, അഖദി ഇവിടെ 2 എണ്ണമായിട്ടാണല്ലോ നടന്നിട്ടുള്ളത്, 2 പ്രാവശ്യം കടം വാങ്ങിയതാണല്ലോ എന്നർത്ഥം. ഓക്കെ, ഇനി വലു റഹനാഹു ബിദൈനിൻ, അല്ലെങ്കിൽ 2 പേര് എന്ത് ചെയ്തു, ഒരു കടത്തിന് പകരമായിട്ട് ഒരു അബദിനെ പണയം വെച്ചു എന്ന് കരുതുക. ഫബരി അഹദുഹുമ മിമ്മ അലൈഹി, അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു, താൻ വീട്ടേണ്ടുന്ന കാശ് തിരികെ നൽകിയാൽ ഇൻഫക്ക നസീബുഹു, അവൻ്റെ നസീബ്, ആ അടിമയുടെ പകുതി ഭാഗം അവിടെ മുൻഫക്കായി വരുന്നതാണ്. ലി തഅദ്ദുദി മൻ അലൈഹി ദൈനു, ആരാണോ കടം വീട്ടേണ്ടത്, 2 പേർ കടം വാങ്ങിയിട്ടാണ് പണയം വെച്ചിട്ടുള്ളത്, അങ്ങനെ മൻ അലൈഹി ദൈനു, കടം വീട്ടേണ്ടതായിട്ടുള്ള ആളുകൾ 2 എണ്ണമായത് കാരണത്താൽ. ഇനി അതുപോലെ വലു റഹനഹു ഇൻദസ്നൈനി, ഇനി ഒരാൾ ഒരു അടിമയെ 2 പേരുടെ കയ്യിലാണ് പണയം വെക്കുന്നത് എങ്കിലോ, അതായത് 2 പേരിൽ നിന്നും കാശ് വാങ്ങി 2 പേർക്കുമായിട്ട് തൻ്റെ അടിമയെ പണയം വെച്ചാൽ ഫബരി അമിൻ ദൈനി അഹദിഹിമ, അങ്ങനെ ഒരാളുടെ ദൈൻ അവൻ വീട്ടുകയും ചെയ്താൽ ഇൻഫക ഖിസ്തുഹു ലി തഅദ്ദുദി മുസ്തഹിഖി ദൈനി, അവിടെയും ആ ഒരു ഖിസ്ത്, മർഹൂനിൻ്റെ ആബിദിൻ്റെ ആ ഒരു ഖിസ്ത് അവിടെ മുൻഫക്കായി വരുന്നതാണ്. കാരണം അവിടെയും നമ്മൾ 2 ഇടപാടായിട്ടാണ് പരിഗണിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ഫസലിൽ നമുക്ക് പഠിക്കാനുള്ളത് റാഹിനും മുർത്തഹിനും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചാണ്, ഇഖ്തിലാഫാകുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്ലുൻ ഇദഖ്തലഫ ഫിർ റഹിനി ഐ അസ്ലിഹി, റഹിന് തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ റാഹിനും മുർത്തഹിനും മുഖ്തലിഫായാൽ, കഅൻ ഖാല, ഒരാൾ പറയാണ്, അതായത് മുർത്തഹിന് പറയാണ് റഹൻതനി. ഓക്കെ, റഹൻതനി കഥ
നിൻ്റെ അടിമയെ നീ എൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുണ്ട് എന്ന് അംർ പറയാണ്. ഫഅൻകറ, അപ്പോൾ അത് മറ്റേയാൾ, അതായത് റാഹിനാവേണ്ടിയിരുന്ന സെയ്ദ് അത് നിഷേധിക്കുകയും ചെയ്താൽ, ഔ ഖദരിഹി അയർ റഹിനി, അല്ലെങ്കിൽ മർഹൂനായിട്ടുള്ള സ്വത്തിൻ്റെ ഖദറിൻ്റെ വിഷയത്തിലാണ് രണ്ടുപേരും തർക്കമുണ്ടായത്. ഓക്കെ, റഹിനി ബിമഅനൽ മർഹൂനി കഅൻ ഖാല റഹൻതനി അൽ അർള ബി അഷ്ജാരിഹ, നീ എൻ്റെ കയ്യിൽ പണയം നൽകിയിട്ടുള്ളത് ഈ ഭൂമി മാത്രമല്ല അതിലുള്ള മരങ്ങളോടും കൂടെയാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ സെയ്ദ് പറയാണ്, റാഹിന് പറയാണ്, ബൽ വാഹിദഹ, ഓക്കെ, ഞാൻ എന്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ, അർള് മാത്രമേ പണയമായിട്ട് നൽകിയിട്ടുള്ളൂ. ഔ തഅയീനിഹി, അല്ലെങ്കിൽ ആ മർഹൂനായിട്ടുള്ള സ്വത്ത് എന്താണ് എന്ന് നിർണ്ണയിക്കുന്ന വിഷയത്തിൽ രണ്ടുപേരും മുഖ്തലിഫായി. കഹാദൽ അബ്ദ എന്നാണ് മുർത്തഹിന് പറയുന്നത്, അതായത് നീ ചൂണ്ടിക്കാണിച്ചത് ഈ അബ്ദിനെ മുഴുവനായിട്ടാണ് പണയമായിട്ട് നീ പറഞ്ഞത്. ഫഖാല, അപ്പോൾ റാഹിന് പറയാണ്, ബൽ ഹാദ സൗബ, ഞാൻ ചൂണ്ടിക്കാണിച്ചത് അവൻ്റെ വസ്ത്രത്തിലേക്കായിരുന്നല്ലോ, അതുകൊണ്ട് വസ്ത്രം മാത്രമേ ഞാൻ പണയം വെച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. അല്ലെങ്കിൽ ഔ ഖദറിൽ മർഹൂനി ബിഹി, അല്ലെങ്കിൽ എന്തിന് പകരമായിട്ടാണോ പണയം വെക്കുന്നത് അതിൻ്റെ ഖദറിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു, രണ്ടുപേരും തർക്കമുണ്ടായി. കബി അൽഫൈനി ഫഖാല ബൽ ബി അൽഫിൻ, ഒരാൾ പറയാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്നും 2000 രൂപ കടം വാങ്ങിയിരുന്നു, പക്ഷേ അതിൽ 1000 രൂപക്ക് മാത്രമേ ഞാൻ എൻ്റെ അടിമയെ നിന്നെ പണയം വെച്ചിട്ടുള്ളൂ, മറ്റേ 1000 രൂപ വെറുതെയായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ മുർത്തഹിന് പറയാണ്, അല്ല 2000 രൂപക്കും കൂടെയാണ് നീ ഇത് പണയം വെച്ചിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ സുദ്ദഖ റാഹിനു ബിയമീനിഹി, അവിടെയെല്ലാം നമ്മൾ സത്യമാക്കേണ്ടത് പണയം വെച്ച ആളെയാണ്. നമ്മുടെ ഉദാഹരണത്തിൽ സെയ്ദിനെയാണ്, അവനെ സത്യം ചെയ്യിക്കലോടുകൂടെ അവനെ നമുക്ക് സത്യമാക്കാവുന്നതാണ് എന്ന്. ഓക്കെ, എന്നാൽ ഇവിടെ 3-4 മസ്അലകൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ മസ്അല എന്തായിരുന്നു, ഒരാൾ സെയ്ദ് പറയുന്നത് ഞാൻ പണയം വെച്ചിട്ടേ ഇല്ല എന്നാണ്. ഓക്കെ, അസ്ലുർ റഹിനിൽ രണ്ടുപേരും തർക്കിക്കുന്ന വിഷയത്തിൽ സെയ്ദ് പറയുന്നത് ഞാൻ പണയം വെച്ചിട്ടേ ഇല്ല എന്നാണ്, എന്നാൽ മുർത്തഹിനാണ് പറയുന്നത് എന്ത്, പണയം വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒന്നാമത്തെ മസ്അലയിൽ സെയ്ദ് റാഹിനെ അല്ലേ, എന്നിട്ട് പോലും അവനെക്കുറിച്ച് സുദ്ദഖ റാഹിനു എന്ന് പറഞ്ഞു. അതിനുള്ള കാരണമാണ് ഇത്ലാഖുഹു അലൽ മുൻകിരി, റാഹിന് എന്നുള്ള പദം റഹിനെ നടത്തിയിട്ടില്ല എന്ന സെയ്ദിൻ്റെ മേലിലും പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ചത് ബിന്നളിരിൽ മുദ്ദഇ, അവിടെ മുദ്ദഇയായിട്ടുള്ള അംറിൻ്റെ വാദത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ അംറിൻ്റെ വാദമനുസരിച്ച് ഇവൻ റാഹിനാണല്ലോ എന്ന് വെച്ചിട്ടാണ് സുദ്ദഖ റാഹിനു എന്നിവിടെ പറഞ്ഞത് എന്നർത്ഥം. ഓക്കെ, വഖൗലുഹു, ഇനി അടുത്തത് നോക്കുക, ഈ റാഹിന് സത്യമാക്കപ്പെടണമെങ്കിലുള്ള ഒരു നിബന്ധനയാണ് പറയുന്നത്. ഇൻ കാന റഹിന തബറുഇൻ, ആ റഹിന് തബറുഅൻ നിലക്കുള്ള റഹിനാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ അംറിൽ നിന്നും സെയ്ദ് കടം വാങ്ങുമ്പോൾ അവർ പറഞ്ഞുറപ്പിച്ചിരുന്നില്ല ഒരു റഹിന് വേണമെന്ന്, അല്ലെങ്കിൽ ഒരു ബൈഅ നടക്കുമ്പോൾ ഒരു ഷർത്ത് വെച്ചിരുന്നില്ല പണയം വെക്കണമെന്ന്. അങ്ങനെയൊന്നും ഇല്ലാതെ സെയ്ദ് തൻ്റെ അടിമയെ അല്ലെങ്കിൽ തൻ്റെ സ്വത്തിനെ ആരുടെ കയ്യിൽ, അംറിൻ്റെ കയ്യിൽ വെറുതെ പണയം വെച്ചെങ്കിലാണ് റാഹിനെ സത്യമാക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, വഖൗലുഹു ഇൻ കാന റഹിന തബറുഇൻ എന്ന് പറഞ്ഞത് ഖൈദുൻ ഫി തസ്ദീഖ്, റാഹിനെ തസ്ദീഖാക്കുന്ന വിഷയത്തിലുള്ള ഖൈദാണ് എന്ന് പറഞ്ഞാൽ അവൻ വെറുതെ അംർ ആവശ്യപ്പെടാതെ തന്നെ റഹിനായിട്ട് ഏൽപ്പിച്ചാൽ മാത്രമേ, ആ വിഷയത്തിൽ ഇഖ്തിലാഫായാൽ മാത്രമേ അവനെ നമ്മൾ സത്യമാക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി വഇൻ ശുരിത റഹിനുൽ മുഖ്തലിഫു ഫീഹി, ഓക്കെ, ബി വജഹി മിമ്മാ ദുക്കിറ, നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് ഇഖ്തിലാഫായിട്ടുള്ള ആ റഹിന് ഷർത്താക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഫി ബൈഇൻ, ഒരു ബൈഇൽ, അതായത് അംറിൻ്റെ കയ്യിൽ നിന്നും സെയ്ദ് ഒരു സാധനം വാങ്ങിച്ചു, കാശ് നൽകിയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ അംർ പറഞ്ഞിരുന്നുവെന്ത്, കാശ് നൽകും വരെ നിൻ്റെ ഒരു വസ്തു എൻ്റെ കയ്യിൽ പണയം വെക്കണമെന്ന് അവൻ ഷർത്ത് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അംർ തൻ്റെ അടിമയെ അവിടെ പണയം വെച്ചിട്ടുള്ളത്. പിന്നീടാണ് ഈ തർക്കമുണ്ടായത് എങ്കിൽ തഹാലഫ, അവർ രണ്ടുപേരും അവിടെ സത്യം ചെയ്യേണ്ടതാണ്. കസാഇരി സൂവറിൽ ബൈഅ ഇദ ഇഖ്തുലിഫ ഫീഹ, ബാക്കിയുള്ള സൂവറുൽ ബൈഅനെ പോലെ തന്നെ അവിടെയെല്ലാം രണ്ടുപേരും തർക്കമുണ്ടാവുകയാണെങ്കിൽ രണ്ടുപേരും സത്യം ചെയ്തിട്ട് തറാഫഅ, രണ്ടുപേരുടെയും ഹുക്മ് പൊളിയലാണ് ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക എന്നർത്ഥം. മറ്റൊരു തർക്കം പറയാണ്, വലവിദ്ദഅ അന്നഹുമാ റഹനാഹു അബ്ദഹുമാ ബിമിഅത്തിൻ, സെയ്ദ് വാദിക്കുകയാണ് 2 പേർ, അതായത് ഖാസിമും ഖാലിദും അവരുടെ 2 പേരുടെയും അടിമയായിട്ടുള്ള അംറിനെ തൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുണ്ട്, ബിമിഅത്തിൻ 100 രൂപക്ക് പകരമായിട്ട് എന്ന് സെയ്ദ് വാദിക്കുകയാണ്. വ അഖ്ബലാഹു, അവർ 2 പേരും തന്നെ അത് ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്നവൻ വാദിക്കുകയാണ്.
എങ്കിൽ വസദ്ദഖഹു അഹദുഹുമ, ആ രണ്ടാലൊരാൾ ഈ സെയ്ദിനെ സത്യമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഖാസിം പറയാണ് അതെ നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഫനസീബുൽ മുസദ്ദിഖ് റഹ്നുൻ ബിഖംസീന, അപ്പോൾ ആ അടിമയിലുള്ള ആ മുസദ്ദിഖിൻ്റെ അതായത് ഖാസിമിൻ്റെ നസീബ് അവന് പകുതിയാണെങ്കിൽ ആ പകുതി അടിമ 50 രൂപയ്ക്ക് പകരമായിട്ട് സെയ്ദിൻ്റെ കയ്യിൽ മർഹൂനായിരിക്കുമെന്നാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, എന്നാൽ വൽ ഖൗലു ഫീ നസീബി സാനി, എന്നാൽ രണ്ടാമത്തെ ഖാലിദിൻ്റെ നസീബിൻ്റെ ഖൗല് അതിൽ നമ്മൾ പരിഗണിക്കുന്നത് ഖൗലുഹു ബിയമീനിഹി, അവിടെ നമ്മൾ പരിഗണിക്കുന്ന ഖൗല് ആ സാനിക്കാരൻ്റെ അതായത് ഖാലിദിൻ്റെ തന്നെ ഖൗലാണ് ബിയമീനിഹി, അവൻ സത്യം ചെയ്യുന്നതോടുകൂടെ. ഓക്കെ, എന്നാൽ തുഖ്ബലു ഷഹാദത്തുൽ മുസദ്ദിഖ് അലൈഹി, എന്നാൽ മുസദ്ദിഖായിട്ടുള്ള അതായത് ഖാസിം അവനെതിരെ സാക്ഷി നിൽക്കുകയാണ് എങ്കിൽ, ഖാലിദിനെതിരെ സാക്ഷി നിൽക്കുകയാണെങ്കിൽ ആ സാക്ഷിത്തരം സ്വീകരിക്കപ്പെടുന്നതാണ്. അതായത് ഫഇൻ ഷഹിദ മഅഹു ആഖറു, മറ്റൊരാൾ കൂടി അവനോടൊപ്പം സാക്ഷി നിൽക്കാനുണ്ടായാൽ, അതായത് 2 പേര് സാക്ഷി നിന്നാലേ ഒരു ഷഹാദത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അവനോട് കൂടെ മറ്റൊരാൾ കൂടി സാക്ഷി നിന്നാൽ, ഔ ഹലഫൽ മുദ്ദഇ, അല്ലെങ്കിൽ മുദ്ദഇയായിട്ടുള്ള സെയ്ദ് സത്യം ചെയ്തു പറഞ്ഞു അവൻ്റെ അടിമയെ എനിക്ക് പണയമായിട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ സബത റഹ്നുൽ ജമീഇ, അങ്ങനെയെങ്കിൽ ആ മുഴുവനും ആ അടിമ എന്നുള്ള മുഴുവനും റഹ്നാണ് എന്ന് സ്ഥിരപ്പെടുന്നതാണ് എന്നർത്ഥം. ഇനി അടുത്ത തർക്കം നോക്കാം. വലവിഖ്തലഫ ഫീ ഖബ്ലിഹി അയൽ മർഹൂനി, ഒരു മർഹൂനായിട്ടുള്ള സ്വത്ത് ഖബ്ൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ റാഹിനും മുർത്തഹിനും തമ്മിൽ ഇഖ്തിലാഫ് ഉണ്ടായാൽ, അതായത് സെയ്ദ് പറയാണ് അംറിന് ഞാനത് നൽകിയിട്ടില്ല, അവനത് ഖബ്ൽ നടത്തിയിട്ടില്ല എന്ന്, എന്നാൽ അംർ പറയാണ് അതിനെ എനിക്ക് റഹിനായിട്ട് നൽകിയിട്ടുണ്ട് എന്നും പറയുകയാണ് എങ്കിൽ ഫഇൻ കാന ഫീ യദി റാഹിനി, അപ്പോൾ ഈ പണയ സ്വത്ത് ഇപ്പോൾ എവിടെയാണെന്ന് നോക്കുക. അത് റാഹിനിൻ്റെ കയ്യിൽ തന്നെയാണെങ്കിൽ, സെയ്ദിൻ്റെ കയ്യിലാണെങ്കിൽ, ഔ ഫിയദിൽ മുർത്തഹിനി വഖാല റാഹിനു ഖസബ്തഹു, അല്ലെങ്കിൽ അംറിൻ്റെ കയ്യിലാണുള്ളത്, പക്ഷേ റാഹിനായിട്ടുള്ള സെയ്ദ് പറയുന്നത് എന്താ, അത് ഞാൻ നിനക്ക് സമ്മതത്തോടു കൂടെ നൽകിയതല്ല, നീ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ സുദ്ദഖ ബിയമീനിഹി, ആ റാഹിന് അവൻ്റെ സത്യം ചെയ്യലോടുകൂടെ സത്യമാക്കപ്പെടേണ്ടതാണ്. കാരണം എന്താ, ലി അന്നൽ അസ്ല അദമു ലുസൂമിർ റഹിനി വ അദമു ഇദ്നിഹി ഫിൽ ഖബ്ലി, ഏതൊരു വിഷയത്തിലും അസ്ല എന്നുള്ളത് അത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ അസ്ൽ എന്താണ്, ഇവിടെ പണയം എന്നുള്ളത് നടന്നിട്ടില്ല എന്നുള്ളതുപോലെ സെയ്ദ് അതിനുള്ള സമ്മതം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ അസ്ലിനോട് യോജിക്കുന്ന വാദം ഇവിടെ റാഹിനായതുകൊണ്ട് തന്നെ അവൻ്റെ വാദത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, വകദ, ഇനി ഇപ്രകാരം തന്നെ റാഹിനെയാണ് സെയ്ദിനെയാണ് നമ്മൾ സത്യമാക്കേണ്ടത്. ഇൻ ഖാല, അവൻ പറഞ്ഞാലും അഖ്ബൽതുഹു അൻ ജിഹത്തിൻ ഉഖറ, ഞാൻ റഹിന് എന്നുള്ള രീതിയിലല്ല അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്, മറിച്ച് മറ്റൊരു രീതിയിലാണ്. കൽ ഇആറത്തി, ഞാനത് മറ്റൊരു വായ്പ നൽകിയതാണ്. വൽ ഇജാറത്തി വൽ ഈദാഇ, അല്ലെങ്കിൽ ഞാൻ അവന് കൂലിക്ക് നൽകിയതാണ്, അല്ലെങ്കിൽ ഈദാഇ അവനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞാലും യുസദ്ദഖു ബിയമീനിഹി ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അവിടെയും സെയ്ദിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്നർത്ഥം. കാരണം ലി അന്നൽ അസ്ല, കാരണം അസ്ൽ അദമു ഇദ്നിഹി ഫിൽ ഖബ്ലി അനിർ റഹിനി. ഓക്കെ, ഇവിടെ അവൻ ആ ഖബ്ൽ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നീ ഖബ്ൽ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ്റെ സമ്മതത്തോടു കൂടെയാണല്ലോ അംറിൻ്റെ കയ്യിൽ ഇപ്പോൾ ആ വസ്തു ഉള്ളത്. എന്നാൽ അത് അദമു ഇദ്നിഹി ഫിൽ ഖബ്ലി അനിർ റഹിനി, അത് റഹിനിനെ തൊട്ട് ആവാതിരിക്കലാണല്ലോ അതിൻ്റെ അസ്ല് എന്നുള്ളത് കൊണ്ട് തന്നെ അവനെയാണ് നമ്മൾ സത്യമാക്കേണ്ടത് എന്നർത്ഥം. എന്നാൽ വസാനി യുസദ്ദഖുൽ മുർത്തഹിനു, എന്നാൽ ഇവൻ പറയുന്നത് എന്താണ്, ഞാൻ അവന് ഖബ്ൽ നൽകിയിട്ടുണ്ട് പക്ഷേ അത് റഹിൻ നിലക്കായിരുന്നില്ല എന്ന് പറഞ്ഞാലുള്ള സാനിയായിട്ടുള്ള അഭിപ്രായം യുസദ്ദഖുൽ മുർത്തഹിനു, ഈ അവസരത്തിൽ അംറിനെയാണ് സത്യമാക്കപ്പെടേണ്ടത്. കാരണം ലിത്തിഫാഖിഹിമ അലാ ഖബ്ലിൻ മഅ്ദൂനിൻ ഫീഹി, കാരണം സമ്മതം നൽകപ്പെട്ടിട്ടുള്ള ഒരു ഖബ്ൽ നടന്നിട്ടുണ്ട് എന്ന് രണ്ടുപേരും പറയുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മുർത്തഹിനെയാണ് അംറിനെയാണ് സത്യമാക്കേണ്ടതെന്നാണ് രണ്ടാമത്തെ വീക്ഷണക്കാർ പറയുന്നത് എന്നർത്ഥം. ഓക്കെ.